നമസ്കാരം. ബുർക്കയിട്ട് പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുകൂടി ചിന്തിക്കണ്ടേ? എന്തുകൊണ്ട് അവസ്ഥാവിശേഷം വന്നു? അതിൻ്റെ കാരണം ഇന്ത്യയിലെ ബ്രാഹ്മണ്യ സാമൂഹ്യ ക്രമമാണ് എന്നുള്ള നിഗമനത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എത്തിച്ചേരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ആലോചിക്കണേ, ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഫുള്ള് സൗദി അറേബ്യയിലുള്ള ബ്രാഹ്മണന്മാരെ പേടിച്ചിട്ടായിരിക്കും. ഡോക്ടർ ശ്യാംകുമാർ എന്ന ദളിത് ആക്ടിവിസ്റ്റാണ്. ഈ ദളിത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും വരുന്നത്? ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട എന്നൊക്കെ പറയപ്പെടുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി അവരുടെ നാവായിട്ട് സംസാരിക്കുന്ന ആൾ എന്നൊക്കെയല്ലേ. പക്ഷേ ഇയാളുടെ പണി എന്താണെന്ന് നോക്കൂ. അയാൾ കൃത്യമായും ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ഇസ്ലാമിനെ വെളുപ്പിക്കുന്ന പണിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കംപ്ലീറ്റ് കിളി പോയിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ശ്രീത്ത് പണിക്കർ എന്ന് പറഞ്ഞ ആ മനുഷ്യനാണ്. മനോരമ സംഘടിപ്പിച്ച ഒരു ഹോർത്തൂസ് എന്ന് പറഞ്ഞ ഒരു സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇയാളെയും സണ്ണി പി കാപ്പിൾക്കാരനെയും പൊളിച്ചെടുക്കുകയും ചെയ്തു. അംബേദ്കറെയൊക്കെ കോട്ട് ചെയ്ത് കൊണ്ട് തന്നെയായിരുന്നു. അന്ന് അടികിട്ടി അയാൾക്ക് അതിൽ നിന്ന് ഇതുവരെ കരകയറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അംബേദ്കറെ വ്യാജമായിട്ട് കോട്ട് ചെയ്തിട്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. അതും അങ്ങേയറ്റം അബദ്ധജടിലമായിട്ടുള്ള കാര്യമാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. അതായത് അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഈ ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ. അതായത് ബ്രാഹ്മണ സമ്പ്രദായവും അല്ലെങ്കിൽ ബ്രാഹ്മണരെ ഭയന്നിട്ടൊക്കെയാണ് മുസ്ലിം സ്ത്രീകൾ ഹിജാബ് പർദ്ദയൊക്കെ ഇട്ട് ധരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ മറ്റ് മതസ്ഥർ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ബ്രാഹ്മണരെയാണ്. ഇപ്പോൾ ഈ വർത്തമാന കാലത്ത് നമുക്കറിയാം, മലപ്പുറം പോലെ ഒരു ജില്ല, അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അവിടെ ഏത് ബ്രാഹ്മണരെ പേടിച്ചിട്ടാണ് അവിടുത്തെ സ്ത്രീകൾ പർദ്ദയിട്ടുകൊണ്ട് നടക്കുന്നത്? ഇനി അതെല്ലാം പോട്ടെ, സൗദി നോക്കുക, ഇറാൻ നോക്കുക, ഇറാഖ് നോക്കുക, സിറിയ നോക്കുക, അഫ്ഗാനിസ്ഥാൻ നോക്കുക, പാകിസ്ഥാൻ നോക്കുക, ഇവിടെയൊക്കെ ഏത് ബ്രാഹ്മണരെ പേടിച്ചിട്ടാണ് മുസ്ലിം സ്ത്രീകൾ പർദ്ദയിടുന്നത് അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്നത്? ഇതൊന്നും അല്ല കാരണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അയാൾ ഈ അംബേദ്കർ പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ പുസ്തകം നിവർത്തി വെച്ചിട്ട് അതിലെ കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് കോട്ട് ചെയ്ത് പറയുന്നത്. ഇയാൾക്ക് എന്താണ് പണി? ഇയാൾക്ക് ഇസ്ലാമിനെ വെളുപ്പിക്കലല്ലോ ഇയാളുടെ പണി. ഇയാൾ ദളിത് ആക്ടിവിസ്റ്റ് ആണെങ്കിൽ അതല്ലേ ഇയാൾ ചെയ്യേണ്ടത്. പകരം അവർക്ക് വേണ്ടിയൊന്നും പറയുന്നില്ല, അവരെ കൂടി അങ്ങോട്ട് കൊണ്ട് കൂട്ടിക്കൊടുക്കാനുള്ള പണിയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഓരോ ദിവസം കഴിയുന്തോറും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ ഈ വെപ്രാളപ്പെട്ട് ഇത്തരം അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ തങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, പ്രസംഗിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച കുറച്ച് പാവം ദളിതരുണ്ടായിരുന്നു. അവർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങളെ കൂടി വിറ്റ് ആ കാശ് എടുത്ത് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോർത്തൂസ് എന്ന പരിപാടിയിൽ ശ്രീത്ത് പണിക്കരോട് അമ്പയെ പരാജയപ്പെട്ടതിന് ശേഷം ഇയാൾ വെളിപ്പെട്ടു, എക്സ്പോസറായി. അയാൾക്ക് പിടിച്ചേക്കാൻ മാർഗ്ഗമില്ല. പക്ഷേ ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള പണി എടുക്കണമല്ലോ, എടുപ്പിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി ഹിജാബ് സ്ത്രീകൾ ധരിക്കുന്നത്, അല്ലെങ്കിൽ പർദ്ദ ധരിക്കുന്നത് ബ്രാഹ്മണന്മാരുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സമ്പ്രദായം കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? ഒരിക്കലും അംബേദ്കർ അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ അങ്ങനെ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് ഭാഗത്ത് മാത്രം എടുത്തിട്ടായിരിക്കും പറയുന്നത്. അതിൻ്റെ ബാക്കി അയാൾ വിഴുങ്ങിക്കാണും. അത് ഉറപ്പാ കേസാണ്. ഇയാളെപ്പോലെ ബുദ്ധിയില്ലാത്ത മനുഷ്യരൊന്നുമല്ല അംബേദ്കർ എന്ന മനുഷ്യൻ. നല്ല ബുദ്ധിയും നല്ല കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം. അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാളത് കള്ളമാണ് പ്രയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇയാൾ ഇത്ര കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇയാൾ ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇയാൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ പ്രവർത്തിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്, പറയേണ്ടത്. അല്ലാതെ പോയി ഇസ്ലാമിനെ വെളുപ്പിച്ചു കൊടുക്കേണ്ട കാര്യം അയക്കില്ല. ചുരുക്കത്തിൽ ഈ ശ്യാംകുമാർ എന്ന വ്യക്തി ഒരല്പമെങ്കിലും അയാൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, മിച്ചമുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം, എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് ഇതുപോലെ തന്നെ. ഞാൻ ഇയാളുടെ ഫോട്ടോയും സണ്ണി പി കാപ്പിക്കാരൻ്റെ ഫോട്ടോ ചോദിച്ചിട്ട് അവരോടൊക്കെ ചോദിക്കുമായിരുന്നു. ഈ വ്യക്തികളെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ പച്ചത്തെറിയാണ് അവർ വിളിക്കുന്നത്. ഇവനെക്കൊന്നും നമ്മളെയൊക്കെ വിറ്റ് തിന്നാൻ വേണ്ടി നടക്കുന്നവരാണ്, ഇവനെ കൊണ്ടൊന്നും ഞങ്ങൾക്കൊരു ഗുണവുമില്ല, ഉപകാരമില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവർ ഈ മുഖ ആവരണം ഇട്ടിട്ടാണ് ഇവർ നടക്കുന്നത്. ഈ ദളിത് ആക്ടിവിസ്റ്റാണെന്ന് പറഞ്ഞ് എന്നാണ്. എന്നിട്ട് പോയി പങ്കെടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചടങ്ങിൽ പരിപാടിയിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ചാനൽ പരിപാടികളിൽ അവർ കൊടുക്കുന്ന ഈ മാധ്യമ സ്പേസിലൊക്കെയാണ് അവർ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ നൈസായിട്ട് അവർ വിറ്റ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ഇസ്ലാമിനെ വെളുപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തേക്കൊരു മറയുണ്ടായിരുന്നു, അതായത് ദളിതരെ മുന്നിൽ നിർത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ മറ അന്നത്തെ ഒരൊറ്റ സംവാദം കൊണ്ട് പൊളിഞ്ഞതിന് ശേഷം ഇപ്പോൾ നേരിട്ടുള്ള വെളുപ്പിക്കലായി. അതിൻ്റെ ഭാഗമാണ് ഇയാൾ ഈ കടന്നിട്ട് കഷ്ടപ്പെടുന്നത്. ഇവനോടൊക്കെ വല്ല പണിയും എടുത്ത് ജീവിച്ചുകൂടെ എന്നേ ചോദിക്കാനുള്ളൂ. ഇനിയെങ്കിലും ദളിതരുടെ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരം പൊറാട്ട് നാടകമായിട്ട് വരരുത് എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ.